ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഡിണ്ടിഗൽ സ്റ്റൈൽ തലപ്പാക്കട്ട് ചിക്കൻ ബിരിയാണിയാണ്. ഇത് നമുക്ക് ചിക്കൻ അല്ലാണ്ട് മട്ടണോ ബീഫോ ഒക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബിരിയാണിക്ക് ഒരു സ്പൈസ് മിക്സ് റെഡിയാക്കി എടുക്കണം. ഒരു 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു വലിയ കഷ്ണം പട്ട, 2-3 ബേ ലീഫ്, പിന്നെ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂണോളം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ ഒരു 8-10 ഉണ്ടാവും. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, പുതിനയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, 5-6 പച്ചമുളക്. പിന്നെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ടും ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു 25-30ഓളം ചെറിയുള്ളിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ, എല്ലാം കൊട്ടോടുകൂടി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്, 1 കിലോ ഉണ്ടാവും. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്പൈസ് മിക്സൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കി നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് ഈ സ്പൈസ് മിക്സൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കണം. നല്ലൊരു ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുത്ത് വരാം. അങ്ങനെ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരക്കണ്ട, കുഞ്ഞുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ മതി. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പം സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു ചെമ്പ്, ഒരു വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഗീ ചേർത്തിട്ട് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പച്ചമുളക് ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസ് മിക്സും ഉള്ളീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു ബിരിയാണിക്ക് കുഞ്ഞുള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുക്കാം, സാധാരണ നമ്മൾ ഇറച്ചിച്ചോറിനെല്ലാം എടുക്കുന്ന പോലെ. പക്ഷേ ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടാൻ കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു മുളകിൻ്റെ ഒക്കെ പച്ചക്കുത്തൽ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈര് തന്നെയാണ്. തക്കാളിക്ക് പകരം തൈരാണ് പുളിപ്പിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ആ ഒരു മസാലകളെല്ലാം ചിക്കനിൽ നന്നായി പിടിച്ച് എന്താ പറയുക, ചിക്കനിൽ നന്നായി കുഴഞ്ഞു കിട്ടുന്ന വിധത്തിലൊന്ന് മിക്സാക്കി എടുക്കും. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നതാണ്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ആ സമയത്തേക്ക് ഞാനിപ്പം അരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പം ജീരകശാല റൈസ് ഞാനൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയതിന് ശേഷം നന്നായി വെള്ളമൊക്കെ വാർത്തിട്ട് വെക്കണം. ഒരു അരിപ്പയിലിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും ചിക്കൻ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ വേവുന്ന കണക്കിനും ചോറിനും കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിയാണ് എടുത്തത്. അതിന് കണക്കായിട്ട് 5.5 കപ്പാണ് വെള്ളം എടുക്കുന്നത്. അതായത് 3 കപ്പിന് ഡബിൾ ആക്കിയിട്ട് അതിൻ്റെ ഒരു 1/2 കപ്പ് ഞാൻ കുറച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പം പോരാത്ത ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് അരി നന്നായി കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നപ്പം അരിയങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വിതറി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഇനി ഇത് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറക്കുന്നുണ്ട്. ചോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
എന്താ പറയുക, ഒന്നിനി അടി തൊട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ചിട്ട് തന്നെ വെക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഒരുപാട് മടുപ്പില്ലാത്ത എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ തന്നെയാണ്, ഒരു മെനക്കേടും ഇല്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റ.